പി.വി. അൻവർ തിരിഞ്ഞുകൊത്തിയതിനു ശേഷം CPM-ന് തിരിച്ചടികളുടെ പെരുമഴക്കാലമാണ്. CPM തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പുകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നിരുന്നു. കൂട്ടുകൃഷികളുടെ ഘോഷയാത്ര എന്ന പോലെയായിരുന്നു CPM രേഖകളിലെ വെളിപ്പെടുത്തലുകളിൽ പലതും. രഹസ്യരേഖകൾ ചോർന്നതോടെ CPM നിലപാട് മാറ്റവുമായി രംഗത്തെത്തി. എന്നാൽ ദിവസം 3 എന്ന മരുന്ന് കണക്കിൽ അൻവറിന്റെ വാർത്താ സമ്മേളനം വന്നപ്പോൾ CPM-ന്റെ നിലപാട് വെച്ചുമാറ്റ അന്തർധാരകളിൽ പലതും മുങ്ങിപ്പോയി. കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമി പരസ്യമായ ഒരു രഹസ്യം പുറത്തുവിട്ടു. ജമാഅത്തെ ഇസ്ലാമി CPM-ന്റെ സ്ലീപ്പിംഗ് പാർട്ണർ ആയിരുന്ന കാലമുണ്ടായിരുന്നു എന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ. ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി. മുജീബ് റഹ്മാനാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. എന്നാൽ CPM-ന് തിരിച്ചടിയായത് അദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തലല്ല, മറിച്ച് അതിനുശേഷം അദ്ദേഹം നടത്തിയ പ്രഖ്യാപനമാണ്. സ്വാഭാവികമായും തുടർന്നുണ്ടാകാൻ സാധ്യതയുള്ള പ്രത്യാഘാതവും വെല്ലുവിളി തന്നെയാണ്. 2004 മുതൽ 2011 വരെയുള്ള കാലത്ത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം CPM നേതാക്കൾ ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സംഘടന പിന്തുണച്ചത് LDF-നെയായിരുന്നു. കുറ്റപ്പുറത്ത് KT ജലീലിനായും പ്രവർത്തിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇപ്പോൾ CPM-ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ AKG സെന്ററിൽ നിന്നെടുത്ത് പ്രയോഗിക്കുന്ന ക്യാപ്സ്യൂളാണ് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന പ്രയോഗമെന്നും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. രക്തസാക്ഷികളായ CPM-കാരെ കുറിച്ച് മന്ത്രി PA മുഹമ്മദ് റിയാസ് ക്ലാസ് എടുക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. നിലവിൽ തങ്ങളകപ്പെട്ട രാഷ്ട്രീയ അഴിച്ചുപണികളിൽ നിന്ന് രക്ഷപ്പെടാൻ CPM സംഘപരിവാർ ഭാഷ്യം കടമെടുത്ത് കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണ്. അതിനായി കേരളത്തിലെ ഇസ്ലാമോഫോബിക് അന്തരീക്ഷം ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ അപരവൽക്കരിക്കാൻ CPM നിലവിൽ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ ഉപകരണമാണ് ജമാഅത്തയ്ക്ക് എതിരായ വിമർശനമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പി.വി. അൻവറിന്റെ പരിപാടി വിജയിപ്പിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന വാദവും അദ്ദേഹം തള്ളുന്നുണ്ട്. സംഘപരിവാറിനെതിരായ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നേരത്തെ ജമാഅത്തെ CPM-നെ പിന്തുണച്ചത്. എന്നാൽ പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ദേശീയ തലത്തിൽ തന്നെ മതനിരപേക്ഷ പാർട്ടികളുടെ പൊതു അഭിപ്രായത്തിന് സമാനമായാണ് കോൺഗ്രസിന് പിന്തുണ നൽകിയത്. എന്നാൽ ഒപ്പം നിന്നാൽ മതനിരപേക്ഷ പാർട്ടിയും എതിർത്താൽ വർഗീയ പാർട്ടിയും എന്നതാണ് CPM-ന്റെ നിലപാട്. RSS-മായി നടത്തിയ ചർച്ചകളുടെ വിശദാംശങ്ങൾ CPM പുറത്തുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. RSS CPM ധാരണ എന്നത് കാലങ്ങളായി പ്രതിപക്ഷം ആരോപിക്കുന്നതാണ്. മാത്രമല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് CPM-ന്റെ തന്നെ പാളയത്തിലെ നേതാവായിരുന്ന ഇടത് സ്വതന്ത്ര MLA ആയ PV അൻവറും പറഞ്ഞിരുന്നു. ശേഷം പലതരത്തിലുള്ള വെളുപ്പിക്കൽ നീക്കങ്ങൾക്കും CPM-ഉം കൂട്ടരും പ്രത്യക്ഷവും പരോക്ഷവുമായ ശ്രമങ്ങളും നടത്തിയിരുന്നു. കഴിഞ്ഞില്ല, CPM ലീഗ് ബന്ധത്തെ സംബന്ധിക്കുന്ന ചില രേഖകളും പുറത്തു വന്നിരുന്നു. CPM-ന്റെ തന്നെ പ്രവർത്തന രേഖയാണ് ചോർന്നത്. അതുകൊണ്ട് ആ സംഭവം ഇല്ല എന്ന് വാദിച്ചുകൊണ്ട് തലയുരാൻ CPM-ന് ആകില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ CPM ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തി. ഇനി മുതൽ ലീഗുമായി യാതൊരു ബന്ധവുമില്ല, മുസ്ലിം പ്രീണന പരമ്പര ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്നതായിരുന്നു ആ പ്രഖ്യാപനത്തിന്റെ സാരാംശം. കൃത്യമായി പരിശോധിച്ചാൽ ന്യൂനപക്ഷ സംരക്ഷണം എന്നത് മതനിരപേക്ഷയുടെ ഭാഗമാണെന്നും മതപ്രീണനമല്ല എന്നുമുള്ള കാഴ്ചപ്പാട് ജനങ്ങളിൽ എത്തിക്കാൻ പാർട്ടി ഘടകങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നതായിരുന്നു ആ നിർദ്ദേശം. എന്നാൽ മുസ്ലിം വിഭാഗത്തിലെ മതേതര നിലപാട് സ്വീകരിക്കുന്ന സംഘടനകളുമായി CPM പുലർത്തിയ ബന്ധം ആ വിഭാഗത്തിനുള്ളിൽ തന്നെ സ്വാധീനമുറപ്പിക്കാൻ കഴിഞ്ഞെന്ന് വിശദീകരിക്കുന്നിടത്താണ് ലീഗ് നേതാക്കളുടെ സഹകരണ മനസ്സ് വെളിപ്പെടുത്തിയതെന്നും പാർട്ടികളിൽ മാത്രം ലഭിക്കുന്ന രേഖയാണത്. മുസ്ലിം വിഭാഗങ്ങളിൽ പൊതുവിലുണ്ടായിട്ടുള്ള ഈ മാറ്റം ലീഗ് അണികളെയും സ്വാധീനിക്കുന്നുണ്ടെന്നും നമ്മളുമായി സഹകരിക്കുക അടങ്ങിയ കാര്യങ്ങൾ സ്വകാര്യ സംഭാഷണത്തിൽ ഉൾപ്പെടെ ലീഗ് നേതാക്കൾ സ്വീകരിച്ചത് നാം നേടിയ ഈ അംഗീകാരത്തിന്റെ ഫലമാണ് എന്നും CPM-ന്റെ ആദ്യത്തെ രേഖയിൽ പറയുന്നുണ്ട്. എന്നാൽ ആരോട് നടത്തിയ സംഭാഷണമാണ് എന്നത് ആ രേഖയിൽ ഉണ്ടായിരുന്നില്ല. ഈ അംഗീകാരം ശക്തിപ്പെടുന്നുവെന്ന് മനസ്സിലാക്കിയ ലീഗ് നേതൃത്വം ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ തീവ്ര വിഭാഗങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തി. ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനാ സംവിധാനം അവർക്കായി പലയിടത്തും പ്രവർത്തിച്ചു. മുസ്ലിം ജനവിഭാഗത്തിലെ സ്ത്രീകൾ നമുക്കെതിരെ പ്രവർത്തിക്കുന്നതിനെ ഇടപെട്ടതും ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നും അതേ രേഖയിൽ രേഖപ്പെടുത്തിയിരുന്നു. രേഖാമൂലമുള്ള ഇത്തരം സഹകരണങ്ങൾക്ക് ശേഷം CPM നിലപാട് മാറ്റം ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും CPM-ന്റെ മറ്റൊരർത്ഥത്തിൽ ഇടതുമുന്നണിയുടെ അടിത്തറയിളകും. മുസ്ലിം വോട്ടുകൾ ഇനി മുതൽ തങ്ങളുടെ അജണ്ടയല്ല എന്ന് CPM ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ കൂടെ നിഴൽ പോലെ ഉണ്ടായിരുന്ന ജമാഅത്തെയും മുസ്ലിം ലീഗും പിണങ്ങി നിൽക്കുമ്പോൾ CPM-ന് അക്ഷരാർത്ഥത്തിൽ വെല്ലുവിളിയാവുകയാണ്. മാത്രമല്ല, ഘടകകക്ഷികളിൽ നിന്നും കനത്ത സമ്മർദ്ദം LDF-ൽ നിന്നും CPM-ന് നേരെയുണ്ട്. ഒരുപക്ഷെ മുന്നണി മാറ്റ വെല്ലുവിളി ഉയർന്നു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ CPM-ന് ലഭിക്കാനുള്ള സാമുദായിക വോട്ടുകൾ തുലാസിലാകും. പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് ഇടതുപാളയത്തിൽ നന്നേ വീർപ്പുമുട്ടുമ്പോൾ ഒരുപക്ഷെ മാതൃമുന്നണിയിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന വാർത്തകളും കേൾക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ CPM-ന്റെ വോട്ട് ബാങ്കിൽ ക്രൈസ്തവ വോട്ടുകളുടെ പിന്തുണയും കുറയും. മാത്രമല്ല, RSS-ഉം BJP-യും കേരളത്തിൽ വേരുകൾ ആഴ്ത്തുമ്പോൾ സവർണ വോട്ടുകളിലുള്ള പിന്തുണയും നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അതായത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം കനത്ത തിരിച്ചടിയാകും CPM-ന് സമ്മാനിക്കുക.